ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. വരാൻ പോകുന്ന ഈ മാസം ലാസ്റ്റോടുകൂടി ഇംപ്രൂവ്മെൻ്റ് എക്സാം ഉണ്ട്. നമ്മളതിൻ്റെ ചിട്ടയായ പഠിത്തത്തിലാണ്. ഓരോ ചാപ്റ്റർ നമ്മൾ ചെയ്തു തന്നിട്ടുണ്ട്. ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ വരും ദിവസങ്ങളായിട്ട് ഒന്നുകൂടി പറയുന്നതായിരിക്കും. ചാപ്റ്റർ മൊത്തത്തിൽ അതിൻ്റെ അകത്ത് വരേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും പലർക്കും ഓരോ ചാപ്റ്ററിൻ്റെയും ഇമ്പോർട്ടൻസും ഏത് ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ മാർക്ക് ചോദിക്കുന്നതെന്ന്, അല്ലെങ്കിൽ വെയിറ്റേജ് കൂടുതൽ ഏതാണെന്ന് പല കുട്ടികൾക്കും സംശയങ്ങളുണ്ട്. അത് പലരും നമ്മളെ ബന്ധപ്പെട്ട് ചോദിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ മക്കളെ, ഇന്ന് ആദ്യം ഞാൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് പഠിക്കുവാനുള്ള കെമിസ്ട്രിയുടെ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ, അല്ലെങ്കിൽ ചാപ്റ്റർ പഠിക്കേണ്ടതിൻ്റെ ഒരു ഓർഡർ, ഏത് ഓർഡറിലാണ് ചാപ്റ്റർ പഠിക്കേണ്ടത്, ഓരോ ചാപ്റ്ററിനും എത്ര മാർക്ക് വീതമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ, ആ പഠിക്കേണ്ട രീതികൾ മാത്രമായിരിക്കും നമ്മൾ ഇന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വരും ദിവസങ്ങളിൽ 10-20 ദിവസമേ ഉള്ളൂ, സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, നമുക്കറിയാം 9 ചാപ്റ്ററാണ് നമുക്ക് മൊത്തത്തിൽ പഠിക്കാനുള്ളത്. ചാപ്റ്റർ ഡിലീഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് +1 വേണ്ടി ടോട്ടൽ പഠിക്കേണ്ടത് 9 ചാപ്റ്റർ മാത്രമാണ്. ആ 9 ചാപ്റ്ററിൽ നിന്ന് മാത്രമായി ഏകദേശം 90-നടുത്ത്, 80-നും 90-നും അടുത്ത് ചോയ്സ് ക്വസ്റ്റ്യൻ അടക്കം ടോട്ടൽ മാർക്കിന് നമുക്ക് ചോദിക്കും. 80-നും 90-നും അടുത്ത്. അതിൽ 60 മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യേണ്ടത്. 60 മാർക്ക്. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിക്കുവാൻ സാധ്യതയുള്ള മാർക്കുകൾ അതൊരു 80-ൽ ഔട്ട് ഓഫ് 80-ലാക്കിയിട്ട് 80-ലാക്കിയിട്ട് ഞാനതൊന്ന് കണക്കൂട്ടി വെച്ചിരിക്കുകയാണ്. 80-ലാണ്, 90 വരെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാമെന്ന്. പക്ഷെ അവിടെ നമ്മൾ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്കൊരു 80 ലക്ഷ്യമാക്കി പഠിക്കാം. 80 ലക്ഷ്യമാക്കി പഠിച്ചാൽ 90-നടുത്ത ചോയ്സ് നമുക്ക് കിട്ടുകയും 60 മാർക്ക് നമുക്ക് നിസ്സാരമായി നേടുകയും ചെയ്യാം. ഫുൾ കോൺഫിഡൻസിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഒന്നുകൊണ്ടും ഭയക്കണ്ട, നിങ്ങൾക്ക് കൃത്യമായി ഈ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പം ഞാൻ ആ ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്നും ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നും പറയാം. മക്കളെ, ആദ്യത്തെ ചാപ്റ്റർ ഞാൻ ആദ്യം ചാപ്റ്ററിന്റെ ഓർഡർ വൈസിലാണ് പറയുന്നത്. അതിനുശേഷം പഠിക്കേണ്ട ഓർഡർ ഞാൻ പറഞ്ഞു തരും. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ. ഏകദേശം 6 മാർക്ക് വരെ അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 6 മാർക്കിന്റെ വരെ ഷുവർ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത. ഓക്കെ, രണ്ടാമത്തെ ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ്. 9 ചാപ്റ്ററുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള 3-4 ചാപ്റ്ററുകളാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്, ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ളത്. അതിൽ നിന്ന് 11 മാർക്ക് വരെ, 11 മുതൽ 15 വരെയാണ് പ്രതീക്ഷ. ഞാൻ എൻ്റെ കുറഞ്ഞ നമ്പറാണ് എടുക്കുന്നത്. 11 മാർക്ക് വരെ ഉറപ്പായിട്ടുണ്ടാകും. എത്ര വേണമെങ്കിലും കൂടാം, 11-ൽ നിന്ന് എത്ര വേണമെങ്കിലും മുൻപോട്ട് പോകാം. മൂന്നാമത്തെ ചാപ്റ്റർ മക്കളെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടി ആണ്. നമ്മൾക്കറിയാവുന്നതാണ്. എലമെന്റുകളുടെ ക്ലാസിഫിക്കേഷനും അവരുടെ പ്രോപ്പർട്ടീസിനെ കുറിച്ച്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ചാപ്റ്റർ ഒട്ടും മോശമല്ല, 8 മാർക്കുണ്ട്. പഠിക്കുവാൻ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിനെ അപേക്ഷിച്ച് 11 മാർക്കുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റത്തിനെ അപേക്ഷിച്ച് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിലെ 8 മാർക്ക് കൃത്യമായി പഠിക്കാമെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത് ആ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകതയാണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്. അപ്പോൾ അത് നല്ല രീതിയിൽ പഠിക്കണം. നാലാമത്തെ ചാപ്റ്റർ അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്ററിൽ വരുന്നതാണ് കെമിക്കൽ ബോണ്ടിങ്. 10 മാർക്ക് തൊട്ട് മുകളിലേക്ക് എത്ര വേണമെങ്കിലും ചോദിക്കാം. 10 മാർക്ക് തൊട്ട് മുകളിലേക്ക് കെമിക്കൽ ബോണ്ടിങ്. കെമിക്കൽ ബോണ്ടിങ്ങിന്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഷുവർ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ്. അതായത് ഇന്നത് വരും അല്ലെങ്കിൽ ഇന്നത് ഭാഗം പഠിക്കണം എന്ന് നമുക്ക് ചോയ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ തെർമോഡൈനാമിക്സ് ഒട്ടും മോശമല്ല, 9 മാർക്ക് നമുക്ക് ചോദിക്കുന്നുണ്ട്. മറ്റൊരു ഇമ്പോർട്ടന്റ് ചാപ്റ്ററാണ് ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്റർ. അതും 10 മാർക്ക് വരെ, പ്രോബ്ലങ്ങൾ അടക്കം 10 മാർക്ക് വരെ, 10 മാർക്ക് തൊട്ട് മുകളിലേക്ക് എത്ര വരണമെങ്കിലും ഇക്വിലിബ്രിയവും ചോദിക്കാം. അപ്പോൾ ഇക്വിലിബ്രിയവും കെമിക്കൽ ബോണ്ടിങ്ങിന്റെ കൂട്ട്, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ കൂട്ട് ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്ററാണ്. റിഡോക്സ് റിയാക്ഷൻ ഉണ്ട്. 9 ചാപ്റ്ററുകളിൽ ഏറ്റവും കുറഞ്ഞ മാർക്ക് ചോദിക്കുന്ന ചാപ്റ്ററാണ് റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ പലരും ചോദിക്കും, സാർ ഈ 5 മാർക്ക് നമുക്ക് അങ്ങ് ഒഴിവാക്കിക്കൂടെ, റിഡോക്സ് റിയാക്ഷൻ പഠിക്കാതിരുന്നേ പറ്റും. പക്ഷെ ഞാൻ പറയുന്നു അങ്ങനെയല്ല. റിഡോക്സ് റിയാക്ഷൻ നിങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. കാരണം റിഡോക്സ് റിയാക്ഷനിൽ 5 മാർക്ക് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഉറപ്പിക്കാം. വെറും 3 കാര്യങ്ങൾ മാത്രം, ടോപ്പിക്കിൽ വരുന്ന 3 കാര്യങ്ങൾ മാത്രം
കൃത്യമായി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ റിഡോക്സ് റിയാക്ഷനിലെ 5 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് അതും ഒഴിവാക്കുക എന്നൊരു സംവിധാനമില്ല. കൃത്യമായി പഠിച്ചിരിക്കണം. പിന്നെയുള്ള 2 ചാപ്റ്റർ നമുക്കറിയാം ഓർഗാനിക്കുമായി ബന്ധപ്പെട്ടതാണ്. ഓർഗാനിക് കെമിസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 11 മാർക്കാണ്. നെയിമിങ്ങും ഐസോമറിസും അടക്കം എല്ലാം കൂടെ ചേർത്ത് ഒരു 11 മാർക്ക് ഉറപ്പിക്കാം. ഹൈഡ്രോ കാർബണിൽ നിന്ന് 10 മാർക്ക് എന്ന് പറഞ്ഞാൽ ഓർഗാനിക്കിന്റെ 2 ചാപ്റ്ററിൽ നിന്ന് മാത്രമായി ഏകദേശം 25 മാർക്ക് വരെ ചോദിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, 25 മാർക്ക് വരെ ഓർഗാനിക്കിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് നേടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 80 മാർക്ക് വരെ വരും. ഇതിൽ ഏതെങ്കിലുമൊക്കെ നമ്മൾക്ക് നഷ്ടപ്പെട്ടാൽ പോലും 60 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ നിസ്സാരമായിട്ട് സാധിക്കും. ഓക്കെ, ഇനി പഠിക്കേണ്ട ഓർഡറും കൂടെ ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് സം ബേസിക് കോൺസെപ്റ്റ് ആ ഓർഡറിൽ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അങ്ങനെ പഠിച്ചു കഴിയുന്നവർ അത് തന്നെ മതി, പുതിയൊരു രീതിയിലേക്ക് പോകണ്ട. എങ്കിലും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്ററുകൾ ഞാനൊന്ന് പറയാം. ആദ്യം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കെമിക്കൽ ബോണ്ടിങ് ആണ്. കെമിക്കൽ ബോണ്ടിങ് വൃത്തിയായി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ഓർഗാനിക്കും ഹൈഡ്രോ കാർബണും പഠിച്ചിരിക്കണം. കെമിക്കൽ ബോണ്ടിങ് വൃത്തിയായി പഠിച്ചു കഴിഞ്ഞെങ്കിൽ ഓർഗാനിക് ഹൈഡ്രോ കാർബണും പഠിക്കണം. അതിനുശേഷം നിങ്ങൾ നേരെ ക്ലാസിഫിക്കേഷൻ എലമെന്റിലേക്കും സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിലേക്കും വരണം. ഇത് രണ്ടും നല്ല വൃത്തിയായിട്ട് പഠിക്കണം. അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടത് സ്ട്രക്ചർ ഓഫ് ആറ്റം, ഇക്വിലിബ്രിയം, റിഡോക്സ് റിയാക്ഷൻ, തെർമോഡൈനാമിക്സ്. ആ ഒരു ഓർഡറിലാണ് പോകേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ ഓർഡറിന് ഒരു പ്രാധാന്യവുമില്ല. 9 ചാപ്റ്റർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 9 ചാപ്റ്ററും പഠിക്കുക എന്നുള്ളതാണ് മക്കളുമാരെ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിന്റെ വെയിറ്റേജ് ഇതാണ്. ഈ രീതിയിൽ കൃത്യമായി പഠിച്ചാൽ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലും ഇക്വിലിബ്രിയത്തിലും ഒക്കെ നമുക്ക് ന്യൂമറിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളും കൂടെയൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ കെമിക്കൽ ബോണ്ടിങ് കുറേ സ്ട്രക്ചറും കാര്യങ്ങളും വരയ്ക്കാനുണ്ട്. ബേസിക് കോൺസെപ്റ്റും ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റും കാണാതെ പഠിക്കേണ്ട ചാപ്റ്ററാണ്. ഇതിൻ്റെ അകത്തും കുറച്ച് ന്യൂമറൽസ് വരുന്നുണ്ട്. ഓക്കെ, തെർമോഡൈനാമിക്സ് ഫുൾ കാണാതെ പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഫുൾ കാണാതെ പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ്. ഹൈഡ്രോ കാർബൺസ് പിന്നെ നമുക്കറിയാമല്ലോ എല്ലാം കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ആൽക്കൈൻ്റെയും ഒക്കെ റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഈ രീതിയിൽ മാർക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓരോ ചാപ്റ്ററിൻ്റെയും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ഓരോ ഭാഗങ്ങളും പഠിച്ചു തീർക്കുക. ഓക്കെ, ഫുൾ മാർക്ക്. ഇനി ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് അതെങ്ങനെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം.